ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 7ാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അശ്വത്ഥമാവിൻ്റെ പ്രതികാരമായിരുന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ദിവസം 18ാമത്തെ ദിവസം പാണ്ഡവർ യുദ്ധവിജയികളായി അവനവൻ്റെ ശിബിരങ്ങളിൽ ശാന്തമായി ഉറങ്ങുമ്പോൾ അവശേഷിച്ച പാണ്ഡവരെയും അവരുടെ തലമുറകളെയും ബന്ധുജനങ്ങളെയും എല്ലാം അശ്വത്ഥമാവ് ദുര്യോധനൻ്റെ അനുവാദത്തോടുകൂടി വന്ന് വളരെ രൗദ്രത്തോടുകൂടി നികൃഷ്ടമായ രീതിയിൽ വധിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിനുശേഷം അശ്വത്ഥമാവ് അർജുനൻ്റെയും ഭഗവാന്റെയും ഒക്കെ ഭീമസേനൻ്റെയും ഒക്കെ കാരുണ്യം മാത്രം കൊണ്ട് അവരുടെ ധർമ്മബോധം കൊണ്ട് ജീവനോടുകൂടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ശിരശ്ഛേദം ചെയ്യാതെ തന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ്. തലമുണ്ടനം ചെയ്ത് ശിരസിലുള്ള രത്നം ചൂഴ്ന്നെടുത്ത് രാജ്യത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ അശ്വത്ഥമാവിൻ്റെ പ്രതികാരത്തിന് ശേഷം പാണ്ഡവരുടെ 5 പുത്രന്മാരെ അവശേഷിക്കുന്ന എല്ലാവരും, അതായത് പഞ്ചപാണ്ഡവരും സാത്വകി, ഭഗവാന്റെ തേരാളിയായ സാത്വകിയും ഭഗവാനും ഒഴിച്ച് ഉദ്ധവരും ഒഴിച്ച് ബാക്കി എല്ലാവരും മരണപ്പെടുന്നു. പാണ്ഡവരെ ഭഗവാൻ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് പാണ്ഡവ പാളയങ്ങളിൽ പാണ്ഡവർ അന്ന് ഉറങ്ങാതിരിക്കുവാൻ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇല്ലെങ്കിൽ പാണ്ഡവർക്കും ആ ദുരന്തം നേരിടേണ്ടി വന്നേനെ. അതിനുശേഷം ദുഃഖിതരായിരിക്കുന്ന എല്ലാ ബന്ധുജനങ്ങളും കൂടി, അതായത് കുന്തിദേവി, പാണ്ഡവർ 5 പേർ, പാഞ്ചാലി, സുഭദ്ര, ഉത്തര, അതായത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര, ധൃതരാഷ്ട്ര മഹാരാജാവ്, ഗാന്ധാരി, ദുര്യോധനാദികളുടെ വിധവകൾ, അതായത് പത്നിമാർ, ഇവരെല്ലാവരും ശ്രീകൃഷ്ണനെ മുൻനിർത്തി ഗംഗാതീരത്തെത്തി അവിടെ ഗംഗാസ്നാനം ചെയ്ത് മരിച്ചുപോയ ബന്ധുക്കൾക്ക് വേണ്ടി ഉദകക്രിയ ചെയ്യുകയാണ്. അതിൽ എല്ലാവരും ദുഃഖിതരായിരുന്നു. കാരണം എല്ലാവർക്കും ആ വിരലിലെണ്ണാവുന്ന കുറച്ച് പേർക്ക് മാത്രം അവശേഷിക്കുന്ന ആ മഹാഭാരത യുദ്ധം, ധർമ്മയുദ്ധത്തിന് ശേഷം ധർമ്മിഷ്ഠരായ പാണ്ഡവർക്ക് രാജ്യഭാരം കിട്ടുമ്പോൾ അധർമ്മികളുടെ പക്ഷവും ധർമ്മത്തിൻ്റെ പക്ഷവും മറ്റാരും വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ബാക്കി ആരും അവശേഷിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും വിഷമം. കുന്തി ദേവിക്ക് തൻ്റെ മകനായ കർണൻ മരിച്ചതിലുള്ള ദുഃഖം, യുധിഷ്ഠിരന് കർണൻ തൻ്റെ ജ്യേഷ്ഠനാണെന്നറിയാതെ കർണനെ വധിക്കുവാൻ നിന്നതിലുള്ള ദുഃഖം, അർജുനനും സുഭദ്രയ്ക്കും അഭിമന്യു നഷ്ടപ്പെട്ട ദുഃഖം, ഉത്തരയ്ക്കും അതേ ദുഃഖം തന്നെയാണ്. അതുപോലെ തന്നെ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും തങ്ങളുടെ 100 മക്കൾ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം. അങ്ങനെ എല്ലാവരും വളരെ വിഷമത്തോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഭഗവാന്റെ ആശ്വാസവചനങ്ങൾ അവരുടെ മനസ്സിലെ ആ ദുഃഖമാകുന്ന തീക്കടലിനെ അല്പമെങ്കിലും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ യുധിഷ്ഠിര മഹാരാജാവിനെ 3 അശ്വമേധ യാഗങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകമെങ്ങും പരത്തി. അതിനുശേഷം പാണ്ഡവരോട് യാത്ര പറഞ്ഞ് സാത്വകിയോടും ഉദ്ധവനോടും ഒന്നിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ വ്യാസൻ, ധൗമ്യൻ തുടങ്ങിയ മഹാരഥന്മാർ ഭഗവാനെ നമസ്കരിക്കുന്നു. ഭഗവാൻ അവരെയും പൂജാവിധി പോലെ നമസ്കരിക്കുന്നു. അങ്ങനെ പോകാൻ തുടങ്ങുന്ന ആ യാത്രാവേളയിൽ, ഭഗവാൻ തിരികെ പോകാൻ തുടങ്ങുന്ന ആ അവസരത്തിൽ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര, അതായത് അർജുനൻ്റെ മകൻ, അർജുനൻ്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിലേക്ക് ഓടിയെത്തുന്നു. ലോകനാഥനായ ഭഗവാനെ
അവിടുന്നല്ലാതെ ഇനി ആരും എനിക്ക് ആശ്രയമില്ല. ഞാൻ കാണുന്നവരൊക്കെ മരണത്തിലേക്ക് പെട്ടുപോകുന്ന ആൾക്കാരാണ്. അവിടുന്നാണല്ലോ മരണത്തിനും ജീവിതത്തിനും എല്ലാറ്റിനും ഉപരിയായി എന്നും നിലനിൽക്കുന്ന ചൈതന്യം. എനിക്ക് രക്ഷയ്ക്ക് അവിടുന്നേ ഉള്ളൂ. എൻ്റെ നേരെ കത്തിജ്വലിക്കുന്ന ഒരു തീവ്രമായ തേജസ് എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിലേക്ക് വീണ് ഉത്തര കരയുകയാണ്. ഉത്തരയുടെ ഭർത്താവായ അഭിമന്യു യുദ്ധത്തിൻ്റെ 13-ാം ദിവസമാണ് പത്മവ്യൂഹം ഭേദിച്ച് അതിനുള്ളിൽ കടക്കുകയും ആ 13-ാമത്തെ ദിവസമാണ് അദ്ദേഹം മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഉത്തരയും അഭിമന്യുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 6 മാസക്കാലമേ ആയിട്ടുള്ളായിരുന്നു. ആ സമയത്ത് ഉത്തര ഗർഭിണിയുമായിരുന്നു. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ ജീവനെ നശിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ ചിന്തിക്കുമ്പോൾ അതെന്താണ് ആ ജ്വാല തേജസ് തൻ്റെ അരികിലേക്ക് വരുന്നു എന്ന് ഉത്തര പറയുന്നത് എന്ന് ഭഗവാൻ തൻ്റെ ദിവ്യ ദൃഷ്ടിയിൽ കാണുമ്പോൾ ബ്രഹ്മശിരസ് എന്ന ഒരു ദിവ്യാസ്ത്രം വീണ്ടും അശ്വത്ഥമാവ് പ്രയോഗിച്ചിരിക്കുന്നു. അത് 5 പാണ്ഡവരെയും ഉത്തരയുടെ ഉള്ളിൽ വളരുന്ന ആ കുരുന്നിനെയും നശിപ്പിക്കുവാൻ വേണ്ടി രക്ഷപ്പെടുത്തി, അതായത് ധർമ്മം ബോധത്തോടുകൂടി ജീവിക്കാൻ അനുവദിച്ച് വിട്ട അശ്വത്ഥമാവ് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ഒരു ദിവ്യാസ്ത്രം പ്രയോഗിച്ചതാണ്. ബാക്കി ആരെങ്കിലും ഇനി ജീവിച്ചിരിപ്പുണ്ട് അവരും കൂടി നശിച്ചു പോകുവാൻ വേണ്ടി. അർജുനനും ഭഗവാനും കൂടി അശ്വത്ഥമാവിനെ പിന്തുടർന്ന് പിടിക്കുവാൻ ചെല്ലുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ബ്രഹ്മശിരസ് ഉപയോഗിക്കുന്നുണ്ട് ആദ്യം. ഭഗവാൻ തന്നെ അത് അർജുനനെ കൊണ്ട് അത് നിർവീര്യമാക്കുകയും ചെയ്താണ് കൈകൾ ബന്ധിച്ച് അശ്വത്ഥമാവിനെ തിരികെ കെട്ടിക്കൊണ്ടുവരുന്നത് തേരിലിട്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതായിരുന്നു. എന്നാൽ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ട് രാജ്യം വിട്ട് തലമുണ്ടനുമൊക്കെ ചെയ്ത് പോയ അശ്വത്ഥമാവ് വീണ്ടും പ്രതികാരം അടങ്ങാത്ത മനസ്സുമായി ആ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ദിവ്യാസ്ത്രം പ്രയോഗിച്ചതാണെന്ന് ഭഗവാന് മനസ്സിലായി. ആ ദിവ്യാസ്ത്രം 6ആയി പിരിഞ്ഞ് 5 പാണ്ഡവർക്ക് നേരെയും ഉത്തരയുടെ വയറിന് നേരെ ഉത്തരയ്ക്ക് നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ തൻ്റെ ദിവ്യമായ ചക്രായുധം ഉപയോഗിച്ച് ആ പാണ്ഡവർക്ക് നേരെ വന്ന ബ്രഹ്മാസ്ത്രത്തെ തടുക്കുകയും ഉത്തരയുടെ വയറിനുള്ളിൽ സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ച് അതിനുള്ളിൽ വളരുന്ന ജീവനെ സംരക്ഷിക്കുകയും ചെയ്തു. ആ ജീവനാണ് പരീക്ഷിത്ത് ആയി പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തിന് ശേഷം ആ കുരുവംശത്തെ നിലനിർത്തി ഭാരതഖണ്ഡത്തെ ഭരിച്ച ശ്രേഷ്ഠനായ മഹാരാജാവായിരുന്നു പരീക്ഷിത്ത്. ആ പരീക്ഷിത്തിനെയാണ് തക്ഷകൻ ദംശിക്കുമെന്ന് ശാപം കിട്ടി. 7 ദിവസം ബാക്കിയുള്ളപ്പോൾ ജീവൻ ബാക്കി ശരീരത്ത് 7 ദിവസം കൂടിയുള്ളപ്പോൾ എന്താണ് ഒരു മനുഷ്യജന്മം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യജന്മത്തിൽ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണോ, അതായത് ജീവൻ മുക്തനാവുക, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനാകുന്ന ആ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയാണ് വ്യാസഭഗവാന്റെ മകനായ ശ്രീ ശുകബ്രഹ്മർഷി. ഭാഗവതമെന്ന ആ മഹാതത്വം ഉപദേശിക്കുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്ന, നമ്മൾ അറിയുന്ന, നമ്മൾ ഭഗവാനെ അനുഭവിക്കുന്ന ഭാഗവതം. ആ ഭാഗവതമാണ് സൂത മഹർഷിയിൽ നിന്ന്, സൂത പൗരാണികരിൽ നിന്ന് ശൗനകാദികൾ ചോദിക്കുകയും ആ ശൗനകാദികളും സൂതനും തമ്മിലുള്ള സംഭാഷണമാണ് ഭാഗവതമായി വിരചിക്കപ്പെട്ടിരിക്കുന്നതും നമ്മളത് പാരായണം ചെയ്യുന്നതും. അപ്പോൾ ലോകക്ഷേമാർത്ഥം, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ശ്രീശുകനെ വ്യാസമഹർഷി തൻ്റെ മകനെ അത് പഠിപ്പിച്ചെടുക്കുന്നത്, ശ്രീമദ് ഭാഗവതം. അപ്പോൾ അങ്ങനെ ഉത്തരയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഭഗവാൻ രക്ഷിക്കുന്നു. അതിനുശേഷവും കുന്തിദേവിയും പാഞ്ചാലിയും ഉത്തരയും എല്ലാവരും വന്ന് ഭഗവാനെ വണങ്ങുന്നു. ഭഗവാൻ പോകുവാൻ വേണ്ടി, യാത്രയാകുവാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും വണങ്ങി കുന്തിദേവി ഭഗവാനോട് പറയുന്ന ഒരു ഭാഗമാണ് കുന്തി സ്തുതി. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭഗവാനോട് പറയുന്നു, അല്ലയോ ഭഗവാനെ, അവിടുന്ന് കുന്തിദേവിക്ക് ഭഗവാനോട് വലിയ വാത്സല്യമാണ്. കാരണം തൻ്റെ സഹോദരനായ വസുദേവരുടെ മകനാണ് വാസുദേവനായ കൃഷ്ണൻ. അപ്പോൾ സഹോദരൻ്റെ മകനോട് തോന്നുന്ന വാത്സല്യം, എന്നാൽ അതിനേക്കാൾ ഉപരി
ലോക നന്മയ്ക്ക് വേണ്ടി ദുഷ്ടനിഗ്രഹത്തിലൂടെ ശിഷ്ടരെ സംസ്ഥാപനം ചെയ്യുവാൻ വേണ്ടി വന്ന ഭഗവാനാണ് ഈ വസുദേവരുടെയും ദേവകിയുടെയും മകനായി തൻ്റെ ബന്ധുവായി പിറന്ന ഈ ഉണ്ണി എന്ന് കുന്തിദേവിക്ക് നന്നായി അറിയാമായിരുന്നു. ഭഗവത് തത്വം അറിയാമായിരുന്നു. ആ മനസ്സിലാക്കിയ കുന്തിദേവി ഭഗവാന്റെ മുന്നിൽ വന്ന് പറയുന്നു, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ത്രിലോകങ്ങളുടെയും നാഥനാണ്, ഭൂമിയുടെ നാഥനാണ് അവിടുന്ന്. അങ്ങയുടെ തത്വമറിഞ്ഞവർ ആരുമില്ല. മഹാമുനിമാർ പോലും യോഗീശ്വരന്മാർ പോലും യുഗയുഗാന്തരങ്ങളിരുന്നാൽ പോലും അങ്ങയെ നേരെ അറിയുവാൻ അവർക്കും സാധ്യമല്ല. അങ്ങനെയുള്ളപ്പോൾ അജ്ഞാനിയായ ഞാൻ, വെറും സ്ത്രീയായ അധമ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായ ഞങ്ങൾക്ക് അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും ഭഗവാനെ? അങ്ങയുടെ പൊരുളറിയുവാൻ ആർക്കും സാധ്യമല്ല. എന്നിരുന്നാലും എനിക്ക് അങ്ങയെ നമസ്കരിക്കുവാനുള്ള, അങ്ങയെ നമസ്കരിച്ചുകൊണ്ട് അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ എനിക്ക് കഴിയും, മറ്റൊന്നിനും കഴിയുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ നമസ്കാരം ചെയ്യുകയാണ്. അതിനുശേഷം ഭഗവാനോട് പറയുകയാണ് കുന്തിദേവി, തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും നേരിട്ട എല്ലാ ദുരന്ത അനുഭവങ്ങളിലും ഭഗവാൻ വന്ന് കൈപിടിച്ച് കൂടെ നിന്ന ആ മനോഹരമായിട്ടുള്ള ജീവിത അനുഭവങ്ങളെ കുന്തിദേവി ഓരോന്നോരോന്നായി എണ്ണി ഭഗവാനോട് പറയുകയാണ്. അതിൽ നന്ദി കാണിക്കുകയാണ്. നമുക്ക് ഭഗവാൻ എന്തെല്ലാം ആപത്തുകളിൽ നിന്ന്, എന്തെല്ലാം ദുരന്ത മുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുത്താലും നമ്മൾ ഭഗവാനെ അപ്പോഴൊന്ന് ഓർത്ത്, ഭഗവാനെ എന്നെ രക്ഷിച്ചല്ലോ ദൈവമേ എന്നൊന്ന് പറയുന്നതല്ലാതെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു നന്ദി, ആ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാകുമോ? പക്ഷേ കുന്തിദേവിയെ നമ്മൾ കണ്ടു പഠിക്കണം. കുന്തിദേവി ഭഗവാനോട് പറയുകയാണ്, ഓരോ അവസരത്തിലും എങ്ങനെയാണ് ഭഗവാൻ കുന്തിദേവിയെയും ആ കുഞ്ഞുങ്ങളെയും തൻ്റെ 5 കുട്ടികളെയും രക്ഷിച്ചതെന്ന് പറയുകയാണ്. ഭഗവാൻ എൻ്റെ സഹോദരൻ്റെ മകനായി, വസുദേവരുടെ മകനായി ഭഗവാൻ ജനിച്ചു എങ്കിലും ആ ജനിച്ച ദേവകിയുടെ 6 പുത്രന്മാർ നഷ്ടപ്പെട്ടിട്ടും ഭഗവാൻ ആ അമ്മയെ സഹായിച്ചില്ല. ജനിച്ച് 11 വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് അവരെ ആ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷിച്ചത്. കാരാഗൃഹത്തിൽ അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പേ 6 കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, അങ്ങയുടെ സഹോദരങ്ങൾ, അതായത് വസുദേവരുടെയും ദേവകിയുടെയും മക്കൾ നഷ്ടപ്പെട്ടിട്ടും ആ അമ്മയെ അവിടുന്ന് സഹായിച്ചില്ല. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ ഭഗവാനെ അവിടുന്ന് എന്ന് കുന്തിദേവി വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഭഗവാനോട് പറയുകയാണ്. കാരണം കുന്തി പറയുന്നു, ദേവകിക്ക് സങ്കടം പറയുവാനും ദേവകിയെ കരുതുവാനും വസുദേവരുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആരുമില്ലായിരുന്നല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുവാനും എനിക്ക് സങ്കടം പറയുവാനും എനിക്ക് ആരുമില്ല, എൻ്റെ ഭഗവാനേ ഉള്ളായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ എന്നോടൊപ്പം ഉണ്ടായതും എനിക്ക് എന്നും താങ്ങും തണലുമായിരുന്നതും. അപ്പോൾ ഭഗവാൻ സ്വന്തം അമ്മയ്ക്ക് രക്ഷകനായി മാറിയത് ജനിച്ച് 11-ാം വയസ്സിലാണെങ്കിൽ എനിക്ക് ഭഗവാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും ഭഗവാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കുന്തിദേവി പറയുകയാണ്. സ്വന്തം അമ്മയേക്കാൾ അപ്പച്ചിയായ, അച്ഛൻ്റെ സഹോദരിയായ എന്നോടായിരുന്നു കണ്ണൻ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചതും കരുതൽ കാണിച്ചതും എന്ന് കുന്തിദേവി വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ കുന്തിദേവി തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ദുര്യോധനൻ ഒരു ദിവസം ഭീമസേനന് ആഹാരത്തിൽ കാളകൂട വിഷം കലർത്തി കൊടുത്ത്, അങ്ങനെ ആ വിഷശക്തി കൊണ്ട് ഭീമസേനൻ ബോധരഹിതനായി. അപ്പോൾ ബോധരഹിതനായ ഭീമസേനനെ കെട്ടി ഗംഗാനദിയിൽ താഴ്ത്തി ഭീമസേനൻ. അങ്ങനെ താണ് ഭീമൻ പാതാള ലോകത്തെത്തി. അവിടെ നാഗങ്ങൾ ഭീമനെ, പാതാള ലോകത്തുള്ള നാഗങ്ങൾ, ഉഗ്രവിഷമുള്ള നാഗങ്ങൾ ഭീമനെ കടിച്ചു. അവരുടെ വിഷം കൊണ്ട് ആഹാരത്തിൽ ചേർത്തിരുന്ന ആ വിഷം നശിച്ചുപോയി. ബോധം തെളിഞ്ഞെഴുന്നേറ്റ ഭീമസേനനെ നാഗരാജാവായ വാസുകി 8 കുടം നാഗരസം സേവിപ്പിച്ചു. ദേവലോകത്തെ അമൃത് പോലെ തന്നെ നാഗലോകത്തെ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള പാനീയമാണ് നാഗരസം. അത് കഴിച്ച ഭീമസേനൻ തുടർച്ചയായി 8 ദിവസമാണ് ഉറങ്ങിയത്.
8-ാം ദിവസം വൈകുന്നേരം ഉണർന്നെഴുന്നേറ്റപ്പോൾ നാഗരസത്തിന്റെ പ്രഭാവത്താൽ ഭീമസേനൻ 10,000 ആനകളുടെ ശക്തിയുള്ളവനായി തീർന്നു. വിഷം കൊടുത്ത് വെള്ളത്തിൽ തെള്ളിയിട്ട് കെട്ടിത്താഴ്ത്തിയ ഭീമസേനൻ 8-ാം ദിവസം 10,000 ആനകളുടെ ശക്തിയോടുകൂടി തിരിച്ചു വന്നവനായി മാറിയത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണെന്ന് കുന്തിദേവി ഭഗവാനെ വാഴ്ത്തുകയാണ്. എൻ്റെ കുഞ്ഞിനെ ആ കാളകൂട വിഷം കൊണ്ട് എൻ്റെ 5 മക്കളിൽ ഒരാളെ അവിടുന്ന് നഷ്ടപ്പെടുത്തിയില്ലല്ലോ, അത് അവിടുത്തെ വലിയ കാരുണ്യം കൊണ്ടാണെന്ന് കുന്തിദേവി വളരെ കണ്ണു നിറഞ്ഞ് ദുഃഖത്തോടുകൂടി ഭഗവാനോട് കാരുണ്യത്തോടുകൂടി ആ കൃതജ്ഞത കൊണ്ടുള്ള കണ്ണുനീരോടുകൂടി, നന്ദിയുള്ള കണ്ണുനീരോടുകൂടി ഭഗവാന്റെ മുന്നിൽ പറയുകയാണ്. രാത്രി ഉറങ്ങുമ്പോൾ പിന്നെയും കുന്തിദേവി പറയുകയാണ്, രാത്രി ഉറങ്ങുമ്പോൾ എന്നെയും 5 പുത്രന്മാരെയും അരക്കില്ലത്തിലിട്ട് ചുട്ടു കൊല്ലുവാൻ ദുര്യോധനൻ സകല ഏർപ്പാടുകളും ചെയ്തിരുന്നു. അരക്കില്ലത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അവിടുത്തെ കാരുണ്യം കൊണ്ടായിരുന്നു. അരക്കില്ലത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് എത്തിയതോ മനുഷ്യരെ തിന്നുന്ന രാക്ഷസനായ ഹിഡുംബൻ എന്ന രാക്ഷസന്റെ വായിലേക്കാണ്. ആ ഹിഡുംബനെ ഭീമസേനന് കൊല്ലാൻ കഴിഞ്ഞത് അല്ലയോ കൃഷ്ണ, അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നീട് ഏകചക്രയിൽ വെച്ച് ആ ഗ്രാമവാസികളെ മുഴുവൻ ഭയപ്പെടുത്തി വിറപ്പിച്ചുകൊണ്ടിരുന്ന ബഗൻ എന്ന അസുരനെ ഭീമന് കൊല്ലാൻ കഴിഞ്ഞതും അല്ലയോ ഭഗവാനെ, നിന്തിരുവടി അങ്ങയുടെ അനുഗ്രഹം ഒന്നുകൊണ്ടാണല്ലോ കണ്ണാ എന്ന് കുന്തി മാതാവ് ഇവിടെ ഓർക്കുകയാണ്. ഇവയെല്ലാം അവിടുന്ന് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കാണിച്ച ഓരോ സന്ദർഭങ്ങളാണ്. എന്നാൽ മരണത്തിനേക്കാൾ വലിയൊരു ആപത്ത് ഞങ്ങൾക്കുണ്ടായി കണ്ണാ. അതാണ് ആ അടുത്ത ഏറ്റവും വലിയ ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ച സന്ദർഭം. മരണത്തിനേക്കാളും വലിയൊരു സന്ദർഭത്തിൽ അവിടുന്ന് ഞങ്ങളെ, മരണത്തിനേക്കാളും വലിയ ആപത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. നിറഞ്ഞ സഭയിൽ ദുശാസനൻ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ഒരുങ്ങിയ സന്ദർഭം. പാഞ്ചാലിയുടെ ദേഹത്തിലെ വസ്ത്രങ്ങൾ അവസാനിക്കാത്ത വിധത്തിലാക്കി തീർത്ത് അവിടുന്ന് മരണത്തേക്കാൾ വലിയ ആപത്തായ അപമാനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചല്ലോ ഭഗവാനെ. ആ രക്ഷ, ആ കരുതൽ, അതാണ് ഞങ്ങൾക്ക് ഭഗവാൻ എപ്പോഴും തന്നുകൊണ്ടിരുന്നതെന്ന് കുന്തിദേവി പറയുകയാണ്. വനവാസകാലത്ത് പാണ്ഡവർക്ക് നേരിടേണ്ടി വന്ന പല പല ആപത്തുകളിൽ നിന്നും അതാത് സമയത്ത് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഭാരത യുദ്ധത്തിൽ എത്രയെത്ര മഹാരഥന്മാരാണ് പാണ്ഡവർക്ക് നേരെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചത്. അവയിൽ നിന്നെല്ലാം അവിടുന്ന് അതാത് സന്ദർഭങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോഴിതാ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൽ നിന്നും ഞങ്ങളെ എന്നേക്കുമായി രക്ഷിച്ചിരിക്കുന്നു കരുണാമയനായ എൻ്റെ ഭഗവാൻ, എൻ്റെ കണ്ണൻ എന്ന് കുന്തിദേവി ഭഗവാനോട് പറയുകയാണ്. ജഗദ്ഗുരുവായ ഭഗവാനെ, ഞാനിനി അവിടുത്തെ മുന്നിൽ ഒരു വരം യാചിക്കുകയാണ്. കുന്തിദേവി യാചിക്കുന്ന വരം, ഭഗവാനോട് ചോദിക്കുന്ന വരം, അത് എല്ലാവരും ഭഗവാനെ ആഗ്രഹിക്കുന്ന, ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന, ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ തുടങ്ങുന്ന ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട, ചോദിക്കേണ്ട വരമാണ് കുന്തിദേവി ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ആരും ആവശ്യപ്പെടാത്ത, ഭാവിയിൽ ഇനി ആരും ആവശ്യപ്പെടാൻ സാധ്യതയുമില്ലാത്ത ഒരു വരമാണ് ഭഗവാനെ ഞാൻ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആപത്തുകൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ കണ്ണാ എന്നാണ് കുന്തിദേവി ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. ആരാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത്? നമ്മൾക്കെല്ലാം ഭഗവാനോട് ആവശ്യപ്പെടാൻ ഒന്നേ ഉള്ളൂ, എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് മറുകര എത്തിക്കണേ ഭഗവാനെ നാം എല്ലാവരും ഭഗവാനോട് പറയുന്നത്. എന്നാൽ കുന്തിദേവി ആകട്ടെ, ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ നിരന്തരം മരണതുല്യമായ ആപത്തുകൾ കൊണ്ടുതരണേ കണ്ണാ എന്നാ പറഞ്ഞത്. ഓരോ ആപത്ത് വരുമ്പോഴും ഞങ്ങളുടെ അഹങ്കാരം കുറഞ്ഞു വരുവാനും മനസ്സ് ആത്മസ്വരൂപനായ ഭഗവാനോട് അടുക്കുവാനും ഇടയായി തീരും. അങ്ങനെയുള്ള ആപത്തുകൾ തുടർച്ചയായി സംഭവിക്കുവാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് കുന്തിദേവി ആവശ്യപ്പെട്ടത്. നല്ല കുലത്തിലെ ജനനം, ഐശ്വര്യം, ശാസ്ത്രപഠനം, സമ്പത്ത് ഇവ കൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യന് എല്ലാം ഉപേക്ഷിച്ചവർക്ക് മാത്രം
ഇതെല്ലാം അങ്ങനെയൊക്കെയുള്ള അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ചവർക്ക് മാത്രം പ്രാപ്യനായ അങ്ങയെ അറിയുവാൻ പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല. സമ്പത്തും ഐശ്വര്യവും ശാസ്ത്രജ്ഞാനവും പദവിയും എല്ലാ സുഖഭോഗങ്ങളിലും ഇരിക്കുന്ന മനുഷ്യർക്ക് ഭഗവാനെ അറിയുവാൻ അവർക്ക് സമയവുമില്ല, അതിന് താല്പര്യവും ഉണ്ടാവുകയില്ല. അതിനാൽ ഭഗവാനിൽ നിന്നകത്തുന്ന സമ്പത്തല്ല എനിക്ക് വേണ്ടത്, അവിടത്തേക്ക് അടുപ്പിക്കുന്ന ആപത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സമ്പത്തല്ല, ആപത്താണ് എനിക്ക് വേണ്ടത് ഭഗവാനെ എന്നാണ് ഇവിടെ കുന്തിദേവി ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ ആഗ്രഹം സമർപ്പിക്കുന്നത്. ആപത്ത് കാലങ്ങളിൽ ഭഗവാൻ കൂടെ ഉണ്ടാകുന്നു, സമ്പത്ത് കാലങ്ങളിൽ നാം ഭഗവാനെ മറക്കുന്നു. ഇത് അടിവരയിട്ട് ഓരോ ഭക്തനും ഓർമ്മിക്കേണ്ടതാണ്. നാം ഭഗവാനോട് ആഗ്രഹിച്ചിരുന്ന പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു തന്നാൽ ഭഗവാനെ പിന്നെ നാം തിരിച്ചറിയുമോ? ഭഗവാനെക്കുറിച്ച് നാം ചിന്തിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഓരോ ക്ലേശങ്ങളിൽപ്പെട്ട് നാം ഉഴലുമ്പോഴെല്ലാം നാം അടുത്തോണ്ടിരിക്കുന്നത് ആരോടാണ്? ഭഗവാനോടാണ് കൂടുതൽ അടുക്കുകയും ഭഗവാന്റെ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുകയും ചെയ്യുവാനുള്ള ഓരോ നിമിത്തങ്ങളായി അതിനെ കാണൂ. എന്നോട് ഓരോ വിഷമങ്ങൾ ചോദിക്കുകയും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് ആകെ പറയുവാനുള്ള ഈ ഒരു കാര്യം മാത്രമാണ്. നമുക്ക് എന്ത് ആപത്തുകൾ, വിഷമങ്ങൾ, എന്ത് പ്രതിസന്ധികൾ, ജീവിതത്തിന്റെ എന്ത് ബുദ്ധിമുട്ടുകൾ ഭഗവാൻ തരുന്നോ അതെല്ലാം ഭഗവാനോട് കൂടുതൽ ഒട്ടുവാനുള്ള ഒരു പശയാണത്. അത് കൂടുതൽ ഭഗവാനോട് ഒട്ടി നിൽക്കുക, ഭഗവാനെ മാത്രം പ്രാപിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ പരീക്ഷണങ്ങളാണ് ഓരോ വിഷമഘട്ടങ്ങളും ഓരോ ആപത്തുകളും കുന്തിദേവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? കുറുക്കു വഴി എങ്ങനെയുണ്ട്? എവിടെ ചെന്നാൽ, അല്ല ഏത് ജ്യോതിഷനെ കണ്ടാൽ, ഏത് ക്ഷേത്രത്തിൽ പോയി എന്ത് വഴിപാട് ചെയ്താൽ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം? ഞാൻ ഏറ്റവും വില കൂടിയ ഓരോ വഴിപാടുകളൊക്കെ രസീതാക്കി അങ്ങനെ ചെയ്താൽ എനിക്ക് ഈ പ്രതിസന്ധി മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. പകരമോ നമ്മൾക്ക് കിട്ടിയ ഈ അവസരം, ഈ വിഷമഘട്ടത്തിൽ നാം മറ്റാരെയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കാണുന്നില്ല. ഇതിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ എനിക്ക് ഭഗവാനേ ഉള്ളൂ. ഭഗവാനോട് ഞാൻ കൂടുതൽ അടുക്കുവാനുള്ള പരീക്ഷണമാണ് ഭഗവാൻ എനിക്ക് തന്നത്. ഈ തുമ്പിൽ പിടിച്ചു കയറി എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ കഠിനമായി, എത്ര ദുഃഖമുള്ളവരോ അത്രയും ശക്തമായി ഭഗവാനെ സ്നേഹിക്കൂ, ഭഗവാനെ പ്രാർത്ഥിക്കൂ. എത്ര കൂടുതൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു, നിരാശ അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അത്രയും ശക്തമായി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് നിരന്തരം ഭഗവാനോടുള്ള സ്മരണയോടുകൂടി ജീവിക്കൂ. ഭഗവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന ശാന്തമായ ജീവിതം, സ്വസ്ഥമായ ജീവിതം നിങ്ങൾക്ക് തരും. കാരണം ജഗന്നാഥനായ, എല്ലാറ്റിൻ്റെയും പിതാവായ, എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ തുടുപ്പായ ഭഗവാൻ ആരുടെ ദുഃഖമാണ് അറിയാത്തത്? ആരുടെ ഹൃദയവേദനയാണ് ഭഗവാന് ഫീലാവാത്തത്? എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഭഗവാൻ സാധിച്ചു തരും. എന്ത് പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങളോടുകൂടി തന്നെ, വിഷമത്തോടുകൂടി തന്നെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ചേർത്ത് ഹൃദയത്തിൽ ചേർക്കൂ. ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കൂ. എന്തുണ്ട് നമുക്ക് സമർപ്പിക്കാൻ? നമ്മുടെ ജീവൻ പോലും, ശ്വാസം പോലും ഭഗവാൻ തന്നതാണ്. പിന്നെ നമുക്ക് എന്തുവാ ഉള്ളത്? നമ്മൾ കരുതും നമ്മൾ എന്തൊക്കെയൊക്കെയോ നേടി. ഈ നേടിയതൊക്കെ ഇവിടെയുള്ളത് മാത്രമല്ലേ? ഇതെന്തെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഈ നേടിയെടുത്ത സമ്പത്തോ ഐശ്വര്യങ്ങളോ സ്ഥാനമാനങ്ങളോ ഭൗതിക സുഖങ്ങളോ സൗകര്യങ്ങളോ, എന്തിന് നമ്മുടെ പേരോ നമ്മുടെ ശരീരമോ എന്തെങ്കിലും നാം അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളോ നമ്മുടെ വസ്ത്രമോ എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചുറ്റിനും എന്തോരം മരണം സംഭവിക്കുന്നു. ഉരുൾപൊട്ടലിൽ മരിച്ചവർ, അവരുടെ കൂടെ ജീവിച്ച ഇന്നലെ രാത്രി വരെയും ആ തൊട്ട് അടുത്ത നിമിഷം വരെയും ഒന്നിച്ച് കിടന്നുറങ്ങിയവരിൽ ഒരാളെ നഷ്ടപ്പെട്ടാൽ ജീവനോടിരിക്കുന്നവർക്ക് ആ ഡെഡ് ബോഡി കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് എൻ്റെ പ്രിയപ്പെട്ടവരാണോ എന്നുള്ളത്. കാരണം അത് 2-3 ദിവസം കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ചീഞ്ഞഴുകിയാൽ അസ്ഥി മാത്രമേ ഉണ്ടാവൂ. അസ്ഥിയിൽ നോക്കിയിട്ട് എല്ലാവരുടെയും സ്ട്രക്ചർ ഒരുപോലെ ഇരിക്കും. ആ അസ്ഥി കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുമോ സാമാന്യ ജനത്തിന്? DNA പരിശോധനയൊക്കെ നടത്തിയല്ലേ വ്യക്തികളെ തിരിച്ചറിയുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് അഴുകിയ ശവശരീരങ്ങൾ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നു എന്ന്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ശരീരം. അതിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയി നാം ഭഗവാനെ തിരിച്ചറിയാതെ നടക്കുകയാണ്.
എന്നാൽ ഈ ശരീരത്തെ നമ്മൾക്ക് ഏത് ഉരുൾപൊട്ടലിലും, ഏത് പ്രകൃതി ദുരന്തങ്ങളിലും, ഏതെല്ലാം ആപത്തുകളിലും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ അവസാനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് ജീവനോടെ തിരിച്ച് ഭഗവാന്റെ സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഭഗവാൻ അതിന് തന്നെ തയ്യാറാക്കി നിർത്തും. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങളാവണം. ഭഗവാനോടുള്ള സ്നേഹമാണ് നിരന്തരം വേണ്ടേ. വ്യക്തികളോടുള്ള സ്നേഹവും കരുതലും നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഗുണം ചെയ്യില്ല, അത് ദോഷമേ നമുക്ക് സംഭവിപ്പിക്കുകയുള്ളൂ. ആത്യന്തികമായി ഇവിടെ നിലനിർത്തുന്നത്, എല്ലാവരെയും നിലനിർത്തുന്നത് ഭഗവാനാണ്. അതാണ് ഉത്തര കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നത്. മഹാരഥന്മാരായ പാണ്ഡവരവിടെ നിൽപ്പുണ്ട്. പക്ഷെ ആ പാണ്ഡവരോടാണോ രക്ഷയ്ക്ക് വേണ്ടി ഉത്തര തന്റെ നേരെ അടുക്കുന്ന ആ ദിവ്യാസ്ത്രത്തിനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ഓടിച്ചെന്നത്? അല്ല. അതാ ഉത്തര പറയുന്നു, എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു. മരണത്തിന് എല്ലാവരും കീഴടങ്ങുമ്പോൾ മരണത്തിന് അതീതനാണ്, പ്രപഞ്ചനാഥനാണ് അവിടുന്ന്. അങ്ങേക്ക് മാത്രമേ എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവനെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് മരിക്കാൻ ഭയമില്ല ഭഗവാനെ, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു കുരുന്ന് ജീവനുണ്ട്, അതിനെ രക്ഷിച്ചെടുക്കാൻ എൻ്റെ ഭഗവാനെ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് സർവാശ്രയമായി സമർപ്പണമായി ഭഗവാന്റെ പാദത്തിൽ വന്നു വീഴുകയാണ് ഉത്തര. അപ്പോൾ ഇവരെ ഞാൻ രക്ഷിക്കാതെ, ധർമ്മിഷ്ഠരായി ഇവരെ ഞാൻ രക്ഷിക്കാതെ ഇവർക്ക് വേറെ ആരാശ്രയമുണ്ട് എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. ആരാണ് ഇവരെ? ഇവർക്ക് ചുറ്റും ശത്രുക്കളാണ്. ബന്ധുക്കളായി നടന്ന സഹോദരപുത്രന്മാരും പിതൃ സഹോദരനും ആ രാജ്യത്തെ എല്ലാവരും ശത്രുക്കളായി നിൽക്കുന്നു. സ്വന്തം പിതാമഹൻ പോലും ശത്രുപക്ഷത്ത്. ഗുരുവായി സർവ്വതും ആയുധവിദ്യ പഠിപ്പിച്ചു കൊടുത്ത ഡോണർ ആ ആചാര്യനും മറുവശത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ പാണ്ഡവരുടെ ആ നിസ്സഹായാവസ്ഥ. എല്ലാം രാജപ്രൗഢിയും അധികാരവും സമ്പത്തും കഴിവും ഉള്ളവരെല്ലാ ബന്ധുക്കളും ഒരു വശത്ത്, ആരുമില്ലാതെ കുന്തിദേവിയും 5 നിരാലംബരായ മക്കളും, പിന്നെ അവർക്ക് ഏക ആശ്രയമായി ഭഗവാനും. അപ്പോൾ ഒരുപാട് സമ്പത്തും പദവികളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഉള്ളവരല്ലല്ലോ അവരാരും ജീവിച്ചിരുന്നില്ല. അവരാരും പാണ്ഡവ കൗരവ യുദ്ധത്തിൽ അവരാരും രക്ഷപ്പെട്ടു പോയില്ല. ആരും. ഭഗവാൻ കൂടെയുള്ള 5 പേര് എപ്പോഴും ധർമ്മത്തോടു കൂടി തന്നെ ജീവിച്ചു. അതാണ് ഭഗവാന്റെ ആ മാഹാത്മ്യം, ഭഗവാന്റെ ശ്രേഷ്ഠത. അപ്പോൾ ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. വിഷമിക്കുന്ന വ്യക്തികൾ ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. നമ്മളെപ്പോലെ തന്നെ മരിക്കാനോ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ജീർണിക്കുകയും ചെയ്യുന്ന ശരീരമുള്ള മനുഷ്യരെ അല്ല സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും. നമ്മുടെ ഭഗവാനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കേണ്ടത്. അടിയുറച്ച ഭക്തിയുടെ മകളുടെ ഉദാഹരണമാണ് കുന്തിദേവി ഭഗവാനോട് രണ്ടാമത് ചോദിക്കുന്ന വരവും കൂടി ശ്രദ്ധിക്കണം. ആദ്യം ചോദിച്ചു, സമ്പത്ത് ഭഗവാനിൽ നിന്ന് അകറ്റും, ആപത്തുകൾ മാത്രം എനിക്ക് തരൂ ഭഗവാനെ, ഞങ്ങൾക്ക് ആപത്തുകൾ തന്നാൽ മാത്രമേ ഭഗവാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് ചോദിക്കുന്ന വരവും കേട്ടോളൂ. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പഠിക്കേണ്ട പാഠമാണത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവായി പ്രപഞ്ച സ്വരൂപനായി വിളങ്ങുന്ന ഭഗവാനെ എനിക്ക് പാണ്ഡവരിലും യാദവരിലും ദൃഢമായി ഉറച്ച സ്നേഹ പാരവശ്യത്തെ മുറിച്ച് തരേണമേ. പാണ്ഡവരിലും യാദവരിലും, യാദവ വംശമാണ് കുന്തിദേവിയുടെ വംശം. അപ്പോൾ തന്റെ സഹോദരനും അച്ഛനമ്മമാരും ഒക്കെയായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിച്ചു തരണേ. അതുപോലെ തന്നെ താൻ വന്നു കയറിയ രാജകൊട്ടാരത്തിലെ താൻ വിവാഹിതയായതിനു ശേഷം ഉണ്ടായ വംശമാണ് പാണ്ഡവ വംശം. പാണ്ഡുവിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെയുണ്ടായ പാണ്ഡവർ. അപ്പോൾ തന്റെ പിതൃഭവനത്തെയും തന്റെ പുത്രരുമായിട്ടുള്ള ബന്ധവും വിച്ഛേദിച്ചു തരണമേ, ആ സ്നേഹപാശത്തെ മുറിച്ചു തരണമേ എന്നാണ് രണ്ടാമത് കുന്തിദേവി ആഗ്രഹിക്കുന്നത്, ഭഗവാനോട് ആവശ്യപ്പെടുന്നതും. നമ്മൾ ഈ ബന്ധങ്ങളിലെല്ലാം എനിക്ക് ഈ ബന്ധമെല്ലാം എനിക്ക് നേരെ നിൽക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുന്തിദേവി പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകളും 2 വരത്തിന്റെയും ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ സാധാരണ ഭക്തർ ഭഗവാനോട്. എന്നോട് ബന്ധം, എന്നോട് സ്നേഹം, എൻ്റെ മക്കൾക്ക് എന്നോട് ഒരുപാട് സ്നേഹം വരണേ, ഭാര്യയ്ക്ക് എന്നെ ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹം വരണേ, ഭർത്താവ് എന്നെ മറ്റെങ്ങും ഒരു ശ്രദ്ധ വരാതെ എന്നെ തന്നെ സ്നേഹിക്കണേ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുന്തിദേവി പറയുന്നത് നോക്കൂ. കുന്തിദേവി പറയുന്നു, എൻ്റെ അച്ഛൻ അമ്മ തുടങ്ങിയ എൻ്റെ സഹോദരി തുടങ്ങിയ ആ വംശത്തിലേക്കുള്ള യാദവ വംശത്തിലേക്കുള്ള
ആ സ്നേഹപാശം അറുത്തു തരണമേ ഭഗവാനെ. അതുപോലെ പാണ്ഡവ വംശത്തിലേക്കുള്ള എൻ്റെ സ്നേഹപാശം അറുത്തു തരണേ. പാണ്ഡവ വംശത്തിൽ ഇനി അവശേഷിക്കുന്നത് 5 മക്കളാണ്. ആ മക്കളുമായുള്ള ഹൃദയംഗമമായ ബന്ധം എനിക്ക് ഉപേക്ഷിക്കാൻ അവിടുന്ന് അനുവാദം തരണേ, അവിടുന്ന് അത് മുറിച്ചു തരണേ. അതായത് ലൗകിക സുഖങ്ങളിലുള്ള ആഗ്രഹം, ലൗകിക ബന്ധങ്ങളിലുള്ള ആഗ്രഹം അവസാനിപ്പിച്ചു തരണേ എന്നാണ് കുന്തിദേവി ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. ഇതാണ് ഓരോ ഭക്തരും ആവശ്യപ്പെടേണ്ടത് ഭഗവാനോട്. അല്ലാതെ ഇവിടെയുള്ള ജീവിതത്തിൽ കൂടുതൽ പിടിച്ച് മുറുകി അത് അങ്ങനെ ഓരോന്നും മുറുകി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വിട്ടുപോകാൻ കഴിയുമോ? നമുക്ക് ഭഗവാനെ കിട്ടുമോ? ഇവിടുന്ന് വിട്ടുപോകുന്നത് പോട്ടെ, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വ്യത്യസ്തമായ ബന്ധനങ്ങളും ഇരിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഭഗവാനെ കിട്ടുന്നത്? ഭഗവാൻ എവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം? അതൊന്ന് കണ്ടുപിടിച്ച് പറയൂ. എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിൽ ഭഗവാനെ എവിടെ കൊണ്ട് വയ്ക്കും? അതുകൊണ്ടാണ് നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു. നാരദ മഹർഷിക്ക് സത്യാന്വേഷിയായി ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ ഏക തടസ്സമായിട്ട് നിന്നത് ആകെ ഒരു അമ്മയായിരുന്നു. ആ അമ്മയാണ് സാധുവായ ദരിദ്രയായ ഒരു അമ്മ. ആ അമ്മയ്ക്കും അവനെക്കുറിച്ച് വലിയ വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ അമ്മയുടെ സങ്കല്പങ്ങളും സ്നേഹവും അനുസരിച്ച് അമ്മയോടൊപ്പം കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എനിക്ക് ആ മഹർഷീശ്വരന്മാർ പറഞ്ഞു ഉപദേശിച്ചു തന്ന ജ്ഞാനത്തിന്റെ പൊരുളറിയുവാൻ ഇറങ്ങിത്തിരിക്കേണ്ടത് എന്ന് തോന്നിയ അവസരത്തിൽ അമ്മ പാമ്പുകടി ഏറ്റു മരിക്കുന്നു. അതൊരു വലിയ കാര്യമായിട്ടാണ് നാരദ മഹർഷിക്ക് തോന്നിയത്. സാധാരണഗതിയിൽ ഇന്നത്തെ മനുഷ്യരാരെങ്കിലും അമ്മ മരിച്ചതിൽ ആഹ്ലാദിക്കുന്ന കണ്ടാൽ ഈ ഒരു അവസ്ഥയിലാണോ മക്കളാരെങ്കിലും ആഹ്ലാദിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആഹ്ലാദിക്കുന്നത്? അഥവാ അങ്ങനെ ഈ മനസ്സുള്ളവർ ആഹ്ലാദിച്ചാൽ തന്നെ നമ്മൾ എന്ത് പറയും? കണ്ടോ, അമ്മ മരിച്ചിട്ട് അവർക്ക് ആർക്കും ഒരു ദുഃഖവും ഇല്ല എന്നൊക്കെയല്ലേ. കാരണം നമ്മുടെ അറിവാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ചെറിയ ചെറിയ അറിവിലൂടെ ചെറിയൊരു പുരുഷാർത്ഥം മാത്രം നാം ജീവിക്കുന്നു. നമുക്ക് കിട്ടുന്ന തുച്ഛമായ അറിവ്, എന്തറിവുണ്ട് നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാ അജ്ഞതയിൽ ജീവിക്കുന്ന നമ്മളാണ് മറ്റുള്ള കർമ്മങ്ങളെ എല്ലാം നമ്മൾ പുരാതനമായിട്ട് എഴുതിയ വ്യാസവിരചിതമായും ആദികാവ്യമായ രാമായണത്തെ വരെയും നമ്മൾ തുച്ഛരായ മനുഷ്യരെടുത്ത് അതിലെ കഥാപാത്രങ്ങളെയും വ്യാസഭഗവാൻ എഴുതിയ ആ വരികളെയൊക്കെ വ്യവച്ഛേദിച്ച് വിമർശിക്കും. കേവലം ഉറുമ്പുകൾക്ക് തുല്യരായ നമ്മൾ മനുഷ്യർ. നമ്മളൊക്കെ എന്ത് അറിഞ്ഞിട്ടാണ്, എന്ത് ഗുണം ഉണ്ടായിട്ടാണ് നമുക്കിത് വായിച്ചും ഇതിന്റെ തത്വം പോലും ഉൾക്കൊള്ളാനുള്ള ജ്ഞാനം നമുക്കില്ല. നമ്മളിലിരിക്കുന്ന ഓരോരുത്തരിലും ഇരിക്കുന്ന IQ, ബുദ്ധിശക്തി അത് വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും. അതിനനുസരിച്ച് എന്ത് പറഞ്ഞാലും എന്ത് വായിച്ചാലും എന്ത് കേട്ടാലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ തുച്ഛമായ ഉൾക്കൊള്ളലായിരിക്കും പലരിലും ഉണ്ടാകുന്നത്. അതിലും അല്പം കൂടി ഉൾക്കൊള്ളും മറ്റു ചിലർക്ക്, കുറെ കൂടി ഉൾക്കൊള്ളും വേറെ ചിലർക്ക്. എന്നാൽ ആത്യന്തികമായി ഇതിനെക്കുറിച്ചൊക്കെ ആരാണ് മനസ്സിലാക്കുന്നത്? എന്നിട്ട് നമ്മൾ അതിനെല്ലാം വ്യവച്ഛേദിക്കും, നമ്മളിങ്ങനെ വിവരിക്കും, നമുക്ക് തോന്നിയ പോലെയൊക്കെ സംസാരിക്കും. അത്ര നികൃഷ്ടരാണ് മനുഷ്യർ സത്യം പറഞ്ഞാൽ. അപ്പോൾ കുന്തിദേവിയുടെ 2 വരങ്ങളും കേട്ടല്ലോ. അപ്പോൾ ഭക്തി എന്താണ്? ഭഗവാനോടുള്ള ആഗ്രഹം എന്താണ് ഭഗവാനോട് എന്നും ആവശ്യപ്പെടേണ്ടത്? ഇതൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്ത ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാധാന്യം. ഇതെല്ലാവരുടെയും ഹൃദയത്തിൽ ഉറപ്പിക്കണമേ ഭക്തി എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.